നാളെ രാവിലെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എനിക്ക്? എന്താടാ? എനിക്ക് കൊച്ചിക്ക് പോകണം. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പറ്റുമോ? എത്ര മണിക്ക്? രാവിലെ ഒരു 4 മണിക്ക്. എൻ്റെ പൊന്നു മോനെ, ആ സമയത്ത് നല്ല ഉറങ്ങാൻ നല്ല സുഖമോ. എടാ, നമ്മളെ മുറ്റത്തുനിന്ന് ബസ് കിട്ടില്ലേ? നിനക്ക് ആ ബസ് കയറി പോയാൽ പോരെ? ഡയറക്റ്റ് നിനക്ക് കൊച്ചി ചെന്നിറങ്ങാം. അന്ന് എനിക്ക് കേരളത്തിലെ ബസ് കണ്ടപ്പോൾ ഭയങ്കര പേടി. ബസ്സിൽ കയറാൻ ഭയങ്കര പ്രശ്നം. എന്താ കേരളത്തിലെ ബസ് കയറാൻ പ്രശ്നം? കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടില്ലേ? ഓ, ആ മുലയുടെ കേസാണോ? അതന്നെ. എൻ്റെ പൊന്നു മോനെ, ഒരു മുലയാണോ നമ്മുടെ ജീവിതം തീരുമാനിക്കണേ? ഒരു മുലയാണോ എൻ്റെ നിൻ്റെയൊക്കെ ഭാവി തീരുമാനിക്കണേ? ഇങ്ങനെ പേടിച്ച നീ എവിടെ പോയി വിളിക്കൂടാ? എടാ, ഈ നാട്ടില് മാറുമറയ്ക്കൽ സമരത്തിന് വേണ്ടി പോരാടിയ ധീര വനിതകൾ ജീവിച്ചിരുന്ന മണ്ണാണ് കേരളം. ആ നാട്ടിലാണ് ഇപ്പോൾ ഒരുത്തി മുലയും കൊണ്ടുവന്ന്. അതാണ് നിന്റെ പേടി. എടാ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും വലുതാക്കി ആ അവസാനം നമ്മളവർക്ക് കൊടുക്കുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ഓർത്ത് തീരാനുള്ളതാണ് ഒരു ആത്മഹത്യ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ പലവരും പല വിധം പറയും. അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അത് രാവിലെ അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്സുകളെയും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടി അവളെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് അവളെ മുലയ്ക്ക് അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തട്ടിയ മുലയ്ക്കുള്ള ഡാമേജ് ഉണ്ടോ നോക്കുക. ആ മുല ആടുന്നുണ്ടോ നോക്കുക. അത് സ്ക്രൂ ഇട്ടെന്തായാലും മുറുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിദേശത്തെ ഹോസ്പിറ്റലിൽ വേണം, കേരളത്തിലെ ഹോസ്പിറ്റലിൽ കയറ്റരുത്. അമേരിക്കയിലോ ജപ്പാനിലോ അങ്ങനെ ഏതെങ്കിലും കയറ്റി അവളെ മുല നല്ലപോലെ പോളിഷ് ചെയ്ത് ഒരു ആനയുടെ അത്രയും വലുപ്പത്തിനാക്കിയും കൊടുക്കണം. നല്ല ലോകം വേൾഡ് മൊത്തം അവൾ അറിയപ്പെട്ടാണ്. കാരണം അതുപോലെ മുല പിന്നെ വേറെ ആർക്കും ഇല്ലല്ലോ. അവൾക്കാണ് സ്പെഷ്യലായിട്ട് ചെയ്താക്കണേ. ഇപ്പൊ ആളെവിടെ? ഇപ്പം ജയിലിനകത്ത് കിടന്ന് വലുതാക്കുമല്ലേ. ഇനി ജയിലിനകത്തുള്ള അടുത്ത ആൾക്കാരെ പിടിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നു മോനെ, ഇത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യമല്ല, പക്ഷെ നീ ഇപ്പൊ പറഞ്ഞപ്പോൾ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഒരു മൊബൈലോ വേറെ ഒരു ഫ്യൂച്ചറോ അല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ എടാ, കേരളത്തിലെ പവറുള്ള ആമ്പിള്ളേരുണ്ട്. ഒരു മുലയും നിന്നെ ഒന്നും ചെയ്യില്ല. നീ നാളെ രാവിലെ നിന്നെ ബസ് കയറ്റി വിടും ഞാൻ. ഓക്കെ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യം. പിന്നല്ലാതെ ഈ ധൈര്യം നിന്നെ ബസ് കയറ്റി വിടൂടാ.